Welcome to Winners Academy, All Kerala Distance Education. NIOS 2024 ഏപ്രിൽ ബാച്ചിൽ എക്സാമിനേഷൻ എഴുതിയ സ്റ്റുഡൻസിന്റെ റിസൾട്ട് പബ്ലിഷ് ആയിട്ടുണ്ട്. അവർക്ക് അവിടെ റിസൾട്ടുമായി ബന്ധപ്പെട്ട കുറച്ച് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാന്നുള്ള ഉദ്ദേശത്തോടു കൂടെ പെട്ടെന്ന് തയ്യാറാക്കിയ വീഡിയോ ആണിത്. നിങ്ങളുടെ റിസൾട്ട് ഷീറ്റിൽ SSLC ആയാലും +2 ആയാലും P എന്ന് നിങ്ങൾക്ക് ലാസ്റ്റ് കോളത്തിൽ കാണാൻ പറ്റും. P എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് പാസ്ഡ് എന്നാണ് അർത്ഥം. ഓക്കെ, ടോട്ടലി 33 മാർക്കാണ് ഒരു സബ്ജക്റ്റിൽ നിങ്ങൾക്ക് പാസ് ഔട്ട് ചെയ്യാൻ വേണ്ട മാർക്ക്. ഈ 33 മാർക്കിൽ 7 മാർക്ക് നിങ്ങളുടെ TMA അസൈൻമെന്റ് 20 മാർക്കിന് കിട്ടുന്ന TMA അസൈൻമെന്റിൽ നിങ്ങൾ എഴുതിയതിൽ 7 മാർക്ക് അതിൽ നിന്ന് ഈ പാസ് ഔട്ട് ചെയ്യാൻ വേണ്ട 33 മാർക്കിലോട്ട് എടുക്കും. ബാക്കി വരുന്ന 26 മാർക്കാണ് നിങ്ങൾ എഴുതി തിയറി എക്സാമിനേഷനിൽ വാങ്ങേണ്ടത്. അങ്ങനെ തിയറി എക്സാമിനേഷനിൽ 26 മാർക്കും TMA അസൈൻമെന്റിൽ നിങ്ങൾക്ക് 7 മാർക്കും കൂടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ P എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും, പാസ്ഡ് എന്നാണ്. ഓക്കെ, പാസ്ഡ് എന്ന് കാണാത്ത മറ്റു കുറച്ച് കാര്യങ്ങൾ അതിൽ കാണാൻ പറ്റും. അതിലൊന്നാണ് AB എന്നുള്ളത്. AB എന്ന് പറഞ്ഞാൽ ആബ്സെന്റ് എന്നാണ്. നിങ്ങൾ എക്സാമിനേഷൻ എഴുതിയിട്ടില്ലെങ്കിൽ അവിടെ AB എന്നാണ് കാണുക. എക്സാം ഫീ അടച്ച എക്സാമിനേഷൻ എഴുതിയിട്ടില്ലെങ്കിൽ അവിടെ AB ആബ്സെന്റ് എന്ന് കാണാൻ പറ്റും. ഈ ആബ്സെന്റ് എന്ന് കാണുന്ന സ്ഥലത്ത് നിങ്ങൾ എക്സാമിനേഷൻ പോയി എഴുതിയിട്ട് റിസൾട്ട് വരുന്നപ്പോൾ ആബ്സെന്റ് എന്നാണ് കാണുന്നതെങ്കിൽ അതിൽ നിങ്ങളുടെ ഡാഷ്ബോർഡിൽ പോയിട്ട് ഒരു കറക്ഷന്റെ ഓപ്ഷൻ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഒരു 50 റുപ്പീസ് തോന്നുന്ന ഒരു ഫീ ഉണ്ട്. ആ ഒരു ഫീ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കറക്ഷന് വേണ്ടി കൊടുക്കാം. ഓക്കെ, പിന്നെ പല ആളുകളും SYC എന്നാണ് കാണുന്നത്. SYC എന്ന് പറഞ്ഞ സബ്ജക്ട് yet to be cleared എന്നാണ്. അതായത് ആ സബ്ജക്ട് നിങ്ങൾ ക്ലിയർ ചെയ്യേണ്ടതുണ്ട്, നിങ്ങൾ ഫൈൽഡ് ആണ് എന്നാണ് അർത്ഥം. ഓക്കെ, ചില റിസൾട്ടിൽ SYCT എന്ന് കാണാം. SYCT എന്ന് പറഞ്ഞാൽ സബ്ജക്ട് yet to be cleared in theory. തിയറിയിൽ നിങ്ങൾ ഫൈൽഡ് ആയിട്ടുണ്ട്, തിയറിയിൽ നിങ്ങൾ സബ്ജക്ട് ക്ലിയർ ചെയ്യേണ്ടത് എന്നാണ്. അതുപോലെ SYCP സബ്ജക്ട് yet to be cleared ഇൻ പ്രാക്ടിക്കൽ, പ്രാക്ടിക്കൽ നിങ്ങൾ ഫൈൽഡ് ആയിട്ടുണ്ട്, അതാണ് SYCP എന്ന് കാണുന്നത്. ഓക്കെ, TMAന്റെ താഴെ കാണുന്നത് ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെന്റ് ആണ്. നിങ്ങൾ അസൈൻമെന്റ് 20 മാർക്ക് എഴുതിയതിൽ വന്നിട്ടുള്ള മാർക്കുകളാണ് TMAയുടെ താഴെ കാണുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. ചില ആൾക്ക് RW അതുപോലെ തന്നെ RL എന്നൊക്കെ കാണാൻ പറ്റും. അത് റിസൾട്ട് ലേറ്റർ എന്നാണ്. ഓക്കെ, നിങ്ങളുടെ റിസൾട്ടിന് എന്തോ ഒരു കറക്ഷൻ പ്രോബ്ലവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ട് റിസൾട്ട് വൈകിച്ചു വെച്ചേക്കാണ് എന്നുള്ളതാണ്. അത് കുറച്ച് കഴിഞ്ഞാൽ ക്ലിയർ ആവും ചെയ്യും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ SSLC +2 റിസൾട്ട് വന്ന ആ ഒരു ഷീറ്റിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. എല്ലാവരും നല്ല രീതിയിൽ തന്നെ വിജയിച്ചിട്ടുണ്ട്. കുറെ സ്റ്റുഡൻസ് നമ്മോട് അറിയിച്ചിട്ടുണ്ട്, നല്ല മാർക്കോട് കൂടി തന്നെ പാസ് ഔട്ട് ആയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. ഓക്കെ, താങ്ക് യു.